ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഏകദേശം നമ്മുടെ കുട്ടനാടിലൂടെയൊക്കെയുള്ള ഒരു യാത്രയില്ലേ, രണ്ട് സൈഡും ലേക്കൊക്കെ ആയിട്ട് പുഞ്ചപ്പാടവും ലേക്കും ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടനാടൻ യാത്രയുണ്ടല്ലോ. പക്ഷെ ഇവിടെ പുഞ്ചയും പാടമൊന്നും ഇല്ല, എങ്കിൽ കൂടിയും ഒരു സൈഡ് ലേക്ക് ഉണ്ട്, കുറെ നല്ല ഒരു പച്ചപ്പിന്റെ ഒക്കെ ഒരു അവസ്ഥയുണ്ട്, അവിടെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, വേഗത്തിൽ പോവാണ്, കാരണം സൺസെറ്റ് ഏകദേശം ആവാറായിട്ടുണ്ട്, സമയം കുറച്ച് വൈകിട്ടുണ്ട്. അപ്പൊ എത്ര വേഗം എത്താനുള്ള ഒരു തത്രപ്പാടിലാണ്. അവിടെ എത്തിയ ശേഷം ബാക്കി വിശേഷം ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. സ്ഥലമൊക്കെ കാണിച്ചു തരാം. കണ്ടോ, നല്ല ഒരു ലേക്കും കണ്ടൽക്കാടുകളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ബോട്ടിംഗ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. സൺസെറ്റ് ആയി നമ്മൾ എത്തിയപ്പോഴേക്കും, എന്നാലും വളരെ നല്ല ഒരു കാറ്റൊക്കെ ആയിട്ട്, തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷമാണ്. ഫിഷിംഗ് ഒക്കെ പറ്റും തോന്നുന്നു, മീൻ പിടിക്കാനൊക്കെ പറ്റും തോന്നുന്നു. ആ ഒരു ഏരിയ കണ്ടോ, അവിടെ കുറേ ഫാമിലീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ പ്രൈവറ്റ് യാച്ചിയൊക്കെ ഉണ്ട്, അവിടെ പ്രൈവറ്റ് യാച്ചിൽ പോവാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ആഡംബര കപ്പലാണ്, അതിലും പോവാം. എല്ലാവർക്കും ബോട്ട് സർവീസാണ്. കുറച്ചങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ കാണുന്ന മാംഗ്രൂവ് ഉണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് ബോട്ടായിട്ട് പോകാൻ പറ്റും. അതിനുള്ള ബോട്ട് സർവീസാണ് ഇവിടെ കിടക്കുന്നത്. ജെട്ടിയിൽ പോകാനായിട്ട് പറ്റുന്ന ഒരു ഏരിയയാണത്. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. തെങ്ങിന്റെ ഒരു ഏരിയയാണ്, കുറെ തെങ്ങുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ചിലതൊക്കെ ചൊട്ട പൊട്ടിയിട്ടുണ്ട്, ഉണങ്ങിപ്പോയി. തെങ്ങൊക്കെ നല്ല പോലെ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ നല്ല നാളികേരം വെള്ളങ്ങ പിടിച്ചിട്ടുണ്ട്. ആലപ്പുഴ സൈഡൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ തെങ്ങൊക്കെ കാണാറുണ്ടല്ലോ, ആ ഒരു ഫീലൊക്കെ തോന്നണം കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട്. ഈ മണൽത്തിട്ടയും അധികം വലിയ തിരമാലകളൊന്നും ഇല്ലാത്ത ശാന്തമായ ഒരു വാട്ടർ ഫ്രണ്ടേജും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. സന്ധ്യയായി, ഏകദേശം സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു, ബാങ്ക് കൊടുത്തു. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബോട്ട് ജെട്ടിയാട്ടോ. കണ്ടോ,
ഒരു ബോട്ട് പോകുന്നുണ്ട്. ഫിഷിംഗ് ബോട്ടാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ നല്ല തിരയടിക്കുന്നുണ്ട് ആ ബോട്ടിൽ പോകുന്നതിന്റെ. സ്പീഡ് ബോട്ടാണ് കേട്ടോ. ഈ കോവിഡ് സിറ്റുവേഷനിലെ കുട്ടികൾക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങാനും കളിക്കാനും ഒക്കെ വളരെ റെസ്ട്രിക്റ്റഡ് ആയ ഒരു അവസ്ഥയാണല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് കുട്ടികൾക്ക് ഗ്യാതറിങ് നടത്താനായിട്ടൊരു ഏരിയ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര നല്ലൊരു പ്ലസന്റ് ഫീൽ ചെയ്യണം കേട്ടോ. ആ ബോട്ട് പോയിട്ടുണ്ട്. ഇനി നല്ല തിരയടിക്കും ഇങ്ങോട്ട്.